അദാനിയുടെ കടം വീട്ടാൻ LICയുടെ 33,000 കോടി റിപ്പോർട്ട് പുറത്ത്. കേന്ദ്ര സർക്കാരും LIC ഓഫ് ഇന്ത്യയും പ്രതിക്കൂട്ടിൽ. പ്രമുഖ വ്യവസായി ഗൗതം അദാനി, ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ, കേന്ദ്ര സർക്കാർ എന്നിവരെ പ്രതിക്കൂട്ടിലാക്കി വാഷിംഗ്ടൺ പോസ്റ്റിന്റെ റിപ്പോർട്ട് പുറത്ത്. കടം പെരുകി തിരിച്ചടവ് അനിവാര്യമായി വന്ന കഴിഞ്ഞ മെയ്യിൽ അദാനി ഗ്രൂപ്പ് കമ്പനികളിൽ 33,000 കോടി രൂപയുടെ നിക്ഷേപം നടത്താനുള്ള അതിവേഗ നടപടിക്ക് ധനമന്ത്രാലയം പ്രേരണ നൽകിയെന്നാണ് US മാധ്യമം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. കോഴക്കേസിൽ അദാനിയെ കുറ്റവിചാരണ ചെയ്യാനുള്ള നീക്കം അമേരിക്കയിൽ നടന്നതിനിടയിൽ നടന്ന ഈ വഴിവിട്ട നടപടിയിൽ ദുരുദ്ദേശവും പ്രത്യേക താൽപര്യങ്ങളും ഉണ്ടെന്നുമാണ് വിമർശനമുയർന്നത്. 30 കോടിയിലേറെ നിക്ഷേപകരുടെ പണം കൈകാര്യം ചെയ്യുന്ന പൊതുമേഖലാ സ്ഥാപനമാണ് LIC. ഇത്രയും ഭീമമായ തുക സ്വകാര്യ കമ്പനിയിൽ നിക്ഷേപിക്കുന്നതിന് സർക്കാർ പ്രേരണ ചെലുത്തിയത് വഴിവിട്ട നടപടി മാത്രമല്ല, നിക്ഷേപകരുടെ സമ്പാദ്യം അപകടപ്പെടുത്തുന്നതുമാണെന്നാണ് ആരോപണം. 10 വർഷത്തെ ഗവൺമെന്റ് സെക്യൂരിറ്റികളെക്കാൾ മെച്ചപ്പെട്ട ആദായം വാഗ്ദാനം ചെയ്യുന്നതിനാൽ ഇത്രയും ഭീമമായ തുക അദാനി ഗ്രീൻ എനർജിയിലും അദാനി പോർട്സിലും നിക്ഷേപിക്കാനായിരുന്നു ധനമന്ത്രാലയ നിർദ്ദേശമെന്ന് വാഷിംഗ്ടൺ പോസ്റ്റ് റിപ്പോർട്ടിൽ വിശദീകരിച്ചു. അംബുജ സിമന്റ്സിലും മറ്റും ഓഹരി നിക്ഷേപം കൂട്ടുന്നതിന് LIC ഫണ്ട് വിനിയോഗിക്കാനും ധനമന്ത്രാലയ ഉദ്യോഗസ്ഥർ ശുപാർശ ചെയ്തു. LICയുടെയും ധനകാര്യ സേവന വിഭാഗത്തിന്റെയും രേഖകൾ അടിസ്ഥാനമാക്കിയാണ് വാഷിംഗ്ടൺ പോസ്റ്റിന്റെ റിപ്പോർട്ട്. കോടിക്കണക്കായ പോളിസി ഉടമകളുടെ സമ്പാദ്യം അദാനി ഗ്രൂപ്പിന് നേട്ടമുണ്ടാക്കാൻ ദുരുപയോഗിച്ചുവെന്നാണ് പ്രധാന പ്രതിപക്ഷമായ കോൺഗ്രസ് ആരോപിക്കുന്നത്. LICയെ ഇത്തരമൊരു നിക്ഷേപത്തിന് പ്രേരിപ്പിച്ച സാഹചര്യങ്ങളെക്കുറിച്ച് പാർലമെന്റിന്റെ പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി അന്വേഷിക്കണമെന്നും പ്രതിപക്ഷം ആവശ്യപ്പെടുന്നു. എന്നാൽ അദാനി ഗ്രൂപ്പോ കേന്ദ്ര സർക്കാരോ ഈ വിഷയത്തിൽ ഇതുവരെ പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല.